FCRA ബില്ലിൽ നിന്ന് കേന്ദ്രം പിന്മാറിയതല്ല, ചർച്ച ചെയ്യാൻ മാറ്റിവെച്ചതാണ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സമവായം ഉണ്ടായ ശേഷം ബില്ലുമായി മുന്നോട്ട് പോകും. FCRA ഭേദഗതി ക്രൈസ്തവർക്കെതിരെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ ബില്ല് കൊണ്ടുവരും. എല്ലാവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ സമവായം ഉണ്ടായതിന് ശേഷം ഇനി ബില്ല് അവതരിപ്പിക്കും. കേരളത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു, കേന്ദ്ര നേതൃത്വത്തെ നമ്മൾ അറിയിച്ചിരുന്നു. അവർ അതിനെപ്പറ്റി പഠിച്ചു. അതുകൊണ്ട് ബില്ല് പ്രസൻറ്റ് ചെയ്തായതുകൊണ്ട് അത് സാധാരണ രീതിയിൽ സഭയെ വെച്ച് തന്നെ അത് മാറ്റുകയും ചെയ്യുന്നു. 2010 മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലുള്ള ബില്ലിലുണ്ട് ഏറ്റെടുക്കുന്നത്. എല്ലാ ചാരിറ്റബിൾ സൊസൈറ്റി ആക്റ്റുകളിലും ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ. അത് ഇതിൻ്റെ അകത്തുമുണ്ട്. അത്രയുള്ള ഇതിൻ്റെ അകത്തെ വ്യത്യാസം. നോബൽ വാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇതുതന്നെയാണ് ഇപ്പോൾ സഭയുടെ ആശങ്കയും. അതായത് പിന്മാറിയതല്ല, കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി ജോർജ് കുര്യൻ തന്നെ പറയുന്നത് പോലെ. അതാണ് സഭകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും NGOകളുടെയും ഒക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി എന്താണ് പറഞ്ഞത്? ഇനി ചർച്ചയില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. മാധു, FCRA ഭേദഗതി ബില്ലിൽ ഇനിയിപ്പോൾ അത്തരത്തിൽ പ്രത്യേകിച്ച് സഭാ നേതൃത്വവുമാണ് ചർച്ചകൾ നടക്കാൻ പോകുന്നില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കാതിരുന്നതിന് വൈകുന്നേരം നൽകിയ ഒരു വിശദീകരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, കിരൺ റിജിജുവിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറയുന്നത് സാഹചര്യം നോക്കിയാണ് ഓരോ ബില്ലുകളും ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്താണ് ആ സാഹചര്യം എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ബില്ല് ഇന്നലെ എടുക്കുന്നതിന് മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും വിളിച്ചുകൊണ്ട് ഈ ബില്ലുണ്ടാക്കാവുന്ന പ്രതിസന്ധി, തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ ഉണ്ടാക്കാവുന്ന പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞു. അതാണ് സാഹചര്യം. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബില്ല് ഇന്നലെ ചർച്ചയ്ക്ക് എടുക്കാതിരുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത് പോലെ വിശദമായി സഭയുമായി ഇനി ചർച്ച നടക്കുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തമില്ല. കാരണം സഭാ നേതൃത്വം ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. കാരണം ഈ സഭയിലെ പല വ്യവസ്ഥകളും സഭയെ വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് FCR ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലൈസൻസ് റദ്ദായി കഴിഞ്ഞാൽ നിലവിൽ സ്വത്തുവകൾ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമെന്നടക്കമുള്ള വിവിധ വ്യവസ്ഥകൾ, അതോടൊപ്പം തന്നെ ലൈസൻസ് റദ്ദായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അടക്കമുള്ള കാര്യം കൃത്യമായി തന്നെ സഭയ്ക്ക് ബോധ്യമുണ്ട്. ആ പശ്ചാത്തലമാണ് സഭ കൃത്യമായി തന്നെ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നത്. പക്ഷേ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ചർച്ച സഭകളുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം കൃത്യമായ സമയത്ത് സാഹചര്യം അനുസരിച്ച് ബില്ല് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തന്നെ ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കാനുള്ള നീക്കം എന്താണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ പാർലമെന്റിന്റെ ഇരു സഭകളും പിരിയുന്നുണ്ട്. പക്ഷേ അനിശ്ചിതകാലത്തേക്കല്ല പിരിയുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി സഭാ സമ്മേളനം വിളിച്ചു ചേർക്കും എന്നാണ് കിരൺ റിജിജു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പ്രധാനമായും ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട, സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല് ചർച്ചയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അപ്പോഴും ആ സമയത്ത് പോലും ഈ ബില്ല്, ഈ പറഞ്ഞ FCRA ഭേദഗതി ബില്ല് കൊണ്ടുവരാനുള്ള സാധ്യത എന്താണെങ്കിൽ തള്ളിക്കളയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യം ബോധ്യപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്ന് രാജ്യസഭയും കടക്കുമായിരുന്നു FCRA എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സഭ വീണ്ടും ചേരുമ്പോൾ സ്വാഭാവികമായും ഇലക്ഷന്റെ സമ്മർദ്ദമില്ലാത്ത സമയത്ത് FCRAയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ആകാംക്ഷ.